സുനിൽ ഐസക് തുടരുന്നുണ്ട് എന്നാണ് കരുതുന്നത്. സുനിൽ, അങ്ങനെയെങ്കിൽ ഗുരുതരമായ വീഴ്ച, അശ്രദ്ധ തന്നെ ജയിലധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കൃത്യമായ ആസൂത്രണം തന്നെയാണ് ഇതിൽ നടന്നിട്ടുള്ളത് എന്നുകൂടി ആ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. പുറത്തുനിന്നടക്കം സഹായം ഗോവിന്ദചാമിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി അറിയാൻ കഴിയുന്നു. 1:15 രക്ഷപ്പെട്ടത്. മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഏതാണ്ട് 1:15 എന്ന് പറയുമ്പോൾ 2, 3, 4, 5 6 മണിക്കൂറിലധികം കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ എവിടേക്ക് വേണമെങ്കിലും ഗോവിന്ദചാമി എത്താനുള്ള സമയമായിരിക്കുന്നു. അത് തന്നെയാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കാര്യം. അതായത് ഇയാൾ രക്ഷപ്പെട്ടു എന്ന വിവരം ജയിൽ അധികൃതർ അറിയുന്നത് പുലർച്ചെ ഏതാണ്ട് 6 മണിക്ക് ശേഷമാണ്. അതായത് പ്രാഥമികമായ ഒരു പരിശോധന, റുട്ടീൻ പരിശോധന എല്ലാ ദിവസവും ജയിലിന്റെ സെല്ലുകളിലുണ്ട്. അത് നടത്തുന്നത് ഒരുപക്ഷെ 6 മണിക്ക് നടത്തണമെന്നാണ് നിയമം. അത് ചിലപ്പോൾ 6 മണിയാകാം, 6:30 6 മണിക്ക് ശേഷം എപ്പോഴെങ്കിലും ആയിരിക്കാം ഈ സെല്ലുകളിൽ ആ പരിശോധന പോലീസ് നടത്തുന്നത്. ജയിൽ അധികൃതർ നടത്തുന്നത്. ആ സമയത്താണ് സെല്ല് തുറന്നു കിടക്കുന്ന നിലയിൽ കാണുന്നതും ഇയാൾ സെല്ലില്ല എന്ന് മനസ്സിലാക്കുന്നതും. മാത്രമല്ല, ഇപ്പൊ സിജോ പറയുന്നതനുസരിച്ചാണെങ്കിൽ അവിടെ നിന്ന് ഇയാൾ രക്ഷപ്പെട്ടു എന്ന വിവരം കൂടി പോലീസ് ആ സമയത്ത് ജയിൽ അധികൃതർ ആ സമയത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ജയിൽ അധികൃതർക്ക് കൃത്യമായ ഇയാൾ രക്ഷപ്പെട്ടു എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ജയിൽ അധികൃതർ കണ്ണൂർ സിറ്റി പോലീസ് മേധാവി വിവരം കൈമാറുന്നത്. അങ്ങനെ ആ വിവരം അതിനുശേഷമാണ് പരിശോധന ആരംഭിക്കുന്നത്. അതായത് അപ്പോഴേക്കും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതായത് 1:15 അതിൽ രക്ഷപ്പെട്ടെങ്കിൽ പോലീസിന്റെ പരിശോധന നടക്കുന്നത് മണിക്കൂറുകൾക്ക് ശേഷമാണ്. അതായത് 7:15 ശേഷമാണ് കണ്ണൂർ നഗരത്തിൽ പോലീസ് ഈ പരിശോധന തുടങ്ങുന്നത്. കാരണം 7:10 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസിന് വിവരം ലഭിക്കുന്നത്. 7:15 പരിശോധന ആരംഭിക്കുന്നു. ഒരുപക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലും അയാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെടേണ്ട സമയമായിരിക്കുന്നു. ആ സമയത്ത് ഒരുപക്ഷെ അയാൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ടാവാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ ഇപ്പൊ എന്തായാലും പോലീസ് ഇപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ബസ് സ്റ്റാൻഡുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെയാണ് പരിശോധന നടത്തുന്നത്. പക്ഷെ അങ്ങനെ ഒരുപക്ഷെ ജില്ല വിട്ടു പോകാനുള്ള സാധ്യത പോലും ഇപ്പോഴും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വ്യാപകമായ തരത്തിലുള്ള പരിശോധന മറ്റ് ജില്ലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ വിവരം പോലീസിന് കൈമാറിയിട്ടുണ്ട്. കോഴിക്കോട്, കാസർഗോഡ് പോലീസ് മേധാവികൾക്ക് വിവരം കൈമാറിയിട്ടുണ്ട് എന്ന് ഞാൻ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതനുസരിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ കണ്ണൂർ സിറ്റി പരിധിയിലുള്ള മുഴുവൻ പോലീസുകാരോടും ഈ സമയത്ത് പരിശോധനയ്ക്കായി എത്താനും സ്റ്റേഷനിൽ ഹാജരാകാനുമുള്ള നിർദ്ദേശം സിറ്റി പോലീസ് മേധാവി നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് മുഴുവൻ പോലീസുകാരും സ്റ്റേഷനുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വ്യാപകമായ പരിശോധന ഇയാൾക്ക് വേണ്ടി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രമാദമായ കൊലക്കേസിലെ ഏറ്റവും നികൃഷ്ടമായ ഒരു കൊലപാതക കേസിലെ പ്രതി, ആ പ്രതിയാണ് ഇപ്പോൾ അനായാസം ജയിൽ ചാടി രക്ഷപ്പെട്ടിട്ടുള്ളത്. അതും അയാൾ ജയിൽ ചാടി മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസ് ഈ വിവരം ജയിൽ അധികൃതർ ഈ വിവരം അറിയുന്നത്, പോലീസിനെ അറിയിക്കുന്നത് എന്നതുകൂടി ജയിൽ അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള വലിയ ഗുരുതരമായ വീഴ്ചയാണ്. വലിയ വീഴ്ച തന്നെയാണ്. സുനിൽ, ഇവിടെ 7 മണിക്കാണ് അല്ലെങ്കിൽ 6 മണിയോടുകൂടി 7 മണിയോടുകൂടിയാണ് സെല്ലിലെ ഒരു പതിവായുള്ള ഒരു പരിശോധന നടത്താറുള്ളത് എന്ന് പറഞ്ഞല്ലോ. പക്ഷേ അതിനു മുൻപായി തന്നെ ഈ CCTV കൃത്യമായി തന്നെ ദൃശ്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ടാകില്ലേ? അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ചയായിരിക്കുമോ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവുക? അതുപോലെ തന്നെ ജയിലിന് പുറത്തൊക്കെ കാവൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായില്ലേ? അവരാരുടെയും ശ്രദ്ധയിൽ വന്നില്ല എന്ന് പറയുമ്പോൾ അതിലൊക്കെ ഒരു ദുരൂഹതയുണ്ടല്ലോ. കുറച്ചുകൂടി വിവരങ്ങൾ നമുക്ക് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. ഇയാൾ ജയിൽ ചാടിയത് പുലർച്ചെ 1:30 10 ഇയാളെ പാർപ്പിച്ചിരുന്നത്. സെല്ലിന്റെ കമ്പി മുറിച്ചു മാറ്റിയാണ് ഇയാൾ പുറത്തു കടന്നത്. ഈ ആകാശവാണിയുടെ സൈഡിൽ സമീപത്തെ മതിൽ ചാടിക്കടന്നു. അതായത് ആകാശവാണിയുടെ സൈഡ് എന്ന് പറയുന്നത് വലതുഭാഗമാണ്. അതായത് നമ്മളിവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് ചെല്ലുമ്പോൾ ആദ്യം ആകാശവാണി, അതിനുശേഷമാണ് കണ്ണൂർ സെൻട്രൽ ജയില്. സ്വാഭാവികമായും ജയിലിന്റെ വലതുഭാഗത്തെ മതിൽ ചാടിക്കടന്നാണ് ഇയാൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവുക എന്നാണ് കരുതുന്നത്. എന്തായാലും 2-3 ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, മറ്റ് ജില്ലാ അതിർത്തികളിലേക്ക് കടക്കുന്ന ഭാഗങ്ങൾ, കർണാടകയിലേക്കും മറ്റും രക്ഷപ്പെടാൻ